ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ്റെ സക്സസ് നിർണ്ണയിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീം വർക്കാണ്. മനസ്സിലായില്ല? അപ്പം പല ആളുകളും മനസ്സിലാക്കിയിരിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു ഇ ആർ പി ഇംപ്ലിമെൻറ്ററെ അസൈൻ ചെയ്തു, ഇനി അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പ്രൊജക്റ്റ് എൻ്റെ കമ്പനിയിൽ വന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ള രീതിയിലാണ് ധരിച്ച് വെച്ചേക്കുന്നത്. ആക്ച്വലി ഒരു ഇംപ്ലിമെൻറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പേഴ്സണാണ്. എക്സ്റ്റേണൽ പേഴ്സൺ ആ കമ്പനീൻ്റെ അകത്ത് പോയിട്ട് അവിടെ ആ ഇംപ്ലിമെൻറ്റേഷൻ സക്സസ് ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള ഒരാളുടെയെങ്കിലും നമുക്ക് 100% സപ്പോർട്ട് കിട്ടണം. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടീം വർക്കാണ്. അപ്പം ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡെഡിക്കേറ്റഡ് ഒരു പോയിൻ്റ് ഓഫ് കോൺടാക്റ്റും പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റർ സൈഡിൽ നിന്ന് ഒരു ഡെഡിക്കേറ്റഡ് ഒരു പോയിൻ്റ് ഓഫ് കോൺടാക്റ്റും കൂടി ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ സക്സസ് ആവുള്ളൂ. അതല്ലാത്ത കാരണം മീൻസ് അതില്ലെങ്കിൽ ബേസിക്കലി എന്താണ്, ഒരിക്കലും ആ ഒരു ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ സക്സസ് ആവില്ല, അല്ലെങ്കിൽ വെരി മിനിമൽ ചാൻസസ് ആണ് അത് സക്സസ് ആവാൻ വേണ്ടിയിട്ട്. അതിപ്പം ഒരു റിക്വയർമെൻറ്റ് ഗ്യാതറിങ് മുതൽ അതിൻ്റെ എന്താ പറയുക ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങി ട്രെയിനിങ് ആയിക്കോട്ടെ, UAT ഫേസ് ആയിക്കോട്ടെ, ഇനി ഈവൻ ലൈവിൻ്റെ സമയമാണെങ്കിലും പോസ്റ്റ് ലൈവ് ആണെങ്കിലൊക്കെ ആ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അപ്പം അത് ഇൻറ്റേർണൽ സ്പോക്കും അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ്റെ സ്പോക്കും ടീമായിട്ട് ഒരു എന്താണ് രണ്ടാളുടെയും വിഷൻ ആ പ്രൊജക്റ്റ് സക്സസ് ആക്കുക എന്നുള്ള ഒരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സക്സസ് അവിടെ സംഭവിക്കുക.